ഹലോ ഓൾ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ കൂടുതൽ ഇൻട്രൊഡക്ഷൻ ഒന്നുമില്ല. ഈ ചാനലിൻ്റെ പ്രധാന മോട്ടീവ് എന്ന് പറഞ്ഞാൽ ദ ഹിന്ദു ന്യൂസ് പേപ്പർ വായിക്കുക. അതിലെനിക്ക് സ്ട്രൈക്കിംഗ് ആയി തോന്നുന്ന ഇംഗ്ലീഷ് വേർഡ്സ്, അതായത് ഹിന്ദു വൊക്കാബ്സ് നമ്മൾ പറയും, അത് നോട്ട് ചെയ്യുക. നോട്ട് ചെയ്തിട്ട് അതിൻ്റെ മീനിങ്, പ്രോപ്പർ പ്രൊനൗൺസിയേഷൻ, അതൊരു സെൻറ്റൻസിൽ എങ്ങനെ യൂസ് ചെയ്യും എന്നുള്ളതൊക്കെയാണ് ഈ ചാനലിൻ്റെ മെയിനായിട്ടുള്ള മോട്ടീവ്. അപ്പോൾ എന്തായാലും ഞാനിത് പഠിക്കുന്നുണ്ട്, അപ്പോൾ നിങ്ങളിൽ കൂടെ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാനിങ്ങനെ എസ്പെഷ്യലി എഡിറ്റോറിയൽസാണ്, അതിങ്ങനെ ലൈൻ ബൈ ലൈൻ വായിച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് വേർഡിലേക്ക് പോകാം. ഇതാണ് ഫസ്റ്റ് വേർഡ്. ഇത് ഞാൻ ആദ്യം പ്രൊനൗൺസ് ചെയ്യുന്നില്ല. ഇത് DISCREPANCY. ഇത് നിങ്ങൾക്ക് ഇങ്ങനെ കാണുമ്പോൾ എന്താണ് പ്രൊനൗൺസ് ചെയ്യാൻ തോന്നുന്നത് എന്നുള്ളത് നിങ്ങളങ്ങ് പറയുക. ഓക്കെ, തെറ്റായിക്കോട്ടെ, നോ പ്രോബ്ലം. നിങ്ങളതൊന്ന് പ്രൊനൗൺസ് ചെയ്ത് നോക്കുക. DISCREPANCY എന്തായിരിക്കും ഇതിൻ്റെ പ്രൊനൗൺസിയേഷൻ? നമ്മൾ തെറ്റായി പറഞ്ഞാലും കുഴപ്പമില്ല, ബിക്കോസ് നമ്മൾ പിന്നെ അതിൻ്റെ പ്രോപ്പർ പ്രൊനൗൺസിയേഷൻ അറിയുമ്പോഴേക്ക് നമ്മളെ ബ്രെയിൻ അത് പെട്ടെന്ന് രജിസ്റ്റർ ചെയ്യും, നമ്മൾ തെറ്റി പറഞ്ഞതും ശരിയായിട്ട് പഠിച്ചതും. ഓക്കെ, അപ്പോൾ നമുക്കിനി അതിൻ്റെ ഒരു പ്രൊനൗൺസിയേഷൻ നോക്കിയാലോ. ഇതാണ് ഇതിൻ്റെ പ്രൊനൗൺസിയേഷൻ. നിങ്ങൾ കണ്ട് പേടിക്കേണ്ട, ഇത് ഫോണറ്റിക്സ് ആണ്, ഇത് കണ്ട് പേടിക്കേണ്ട. ഇത് വെച്ച് നിങ്ങളൊന്ന് വായിച്ച് നോക്കിയേ. ഡസ്ക്രിപ്പൻസി, ഡസ്ക്രിപ്പൻസി. ഒന്നുകൂടെ പറഞ്ഞു നോക്കി. ഡസ്ക്രിപ്പൻസി. ഇതാണ് ഇതിൻ്റെ പ്രൊനൗൺസിയേഷൻ. വേണമെങ്കിൽ വീഡിയോ പോസ് ചെയ്ത് നിങ്ങൾക്കൊന്ന് സംസാരിച്ച് നോക്കാം. ഇനി ഇതിൻ്റെ മീനിങ് നോക്കുകയാണെങ്കിൽ, ഇതിൻ്റെ മീനിങ് എന്ന് പറഞ്ഞാൽ പൊരുത്തക്കേട് അല്ലെങ്കിൽ വൈരുദ്ധ്യം എന്നുള്ളതാണ് ഡസ്ക്രിപ്പൻസി എന്ന വേർഡിൻ്റെ പ്രോപ്പറായിട്ടുള്ള മീനിങ് വരുന്നത്. ഇനി ഇത് സെൻറ്റൻസിൽ എങ്ങനെ യൂസ് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. ദർ വാസ് എ ഡസ്ക്രിപ്പൻസി ബിറ്റ്വീൻ ദ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് ആൻഡ് അക്കൗണ്ട് റെക്കോർഡ്സ്. അതായത് ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റും അക്കൗണ്ട് രേഖകളും തമ്മിൽ പൊരുത്തക്കേടുണ്ടായിരുന്നു എന്നുള്ളതാണ് ഈ ഒരു സെൻറ്റൻസിൻ്റെ മീനിങ് വരുന്നത്. അപ്പോൾ ഡസ്ക്രിപ്പൻസി എന്ന് പറഞ്ഞാൽ പൊരുത്തക്കേട് അല്ലെങ്കിൽ വൈരുദ്ധ്യം. അതിൻ്റെ ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത് ദർ വാസ് എ ഡസ്ക്രിപ്പൻസി ബിറ്റ്വീൻ ദ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് ആൻഡ് അക്കൗണ്ട് റെക്കോർഡ്സ്. അതായത് ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റും അക്കൗണ്ട് രേഖകളും തമ്മിൽ പൊരുത്തക്കേടുണ്ടായിരുന്നു. അതാണ് ഡസ്ക്രിപ്പൻസി എന്നുള്ള വേർഡും അതിൻ്റെ മീനിങ്ങും അതിൻ്റെ ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള എക്സാമ്പിളും. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് വേർഡ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി സെക്കൻഡ് വേർഡിലേക്ക് പോവാം. സെയിം, ഞാനിത് സ്പെല്ലിംഗ് പറയാം. FURORE. ഇത് നിങ്ങളൊന്ന് പ്രൊനൗൺസ് ചെയ്ത് നോക്കാം. ഇനി ഇതിൻ്റെ പ്രോപ്പർ പ്രൊനൗൺസിയേഷനിലേക്ക് പോകാം. ഇതാണ് ഇതിൻ്റെ പ്രൊനൗൺസിയേഷൻ. ഫ്യൂററി, ഫ്യൂററി. നിങ്ങളിതിൻ്റെ കൂടെ പറയുക, ഫ്യൂററി. ഫോണറ്റിക്സ് നോക്കി അങ്ങ് വായിച്ചാൽ മതി. ഫ്യൂററി, ഫ്യൂററി. ഓക്കെ, മനസ്സിലായോ? ഇനി ഇതിൻ്റെ മീനിങ്ങിലേക്ക് നമുക്ക് പോകാം. ഫ്യൂററി എന്ന് പറഞ്ഞാൽ പ്രതിഷേധം അല്ലെങ്കിൽ ജനരോക്ഷം. എന്താണ്? പ്രതിഷേധം അല്ലെങ്കിൽ ജനരോക്ഷം. ഇനി ഇത് സെൻറ്റൻസിൽ എങ്ങനെ യൂസ് ചെയ്യുന്നു നോക്കാം. ദ ഫിലിം കോസ്റ്റ് എ ഫ്യൂററി ഡ്യൂ ടു ഇറ്റ്സ് സെൻസിറ്റീവ് കോണ്ടൻറ്റ്. അതായത് സിനിമയിലെ വിവാദ ഉള്ളടക്കം വലിയ വിവാദത്തിന് കാരണമായി. എന്നൂടെ പറഞ്ഞേ. ദ ഫിലിം കോസ്റ്റ് എ ഫ്യൂററി ഡ്യൂ ടു ഇറ്റ്സ് സെൻസിറ്റീവ് കോണ്ടൻറ്റ്. സിനിമയിലെ വിവാദ ഉള്ളടക്കം വലിയ വിവാദത്തിന് കാരണമായി. അതായത് ഒരു പ്രശ്നം ഉണ്ടാവുക, അതിനൊരു പ്രതിഷേധം ഉണ്ടാവുക, അതാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ, നെക്സ്റ്റ് വേർഡിലേക്ക് പോവാം. RESCIND. പറഞ്ഞു നോക്കൂ, എങ്ങനെയായിരിക്കും എൻ്റെ പ്രൊനൗൺസിയേഷൻ? തെറ്റായാലും കുഴപ്പമില്ല, പറയൂ. ഇതാണ് എൻ്റെ പ്രൊനൗൺസിയേഷൻ. റെസിൻഡ്. എന്താണ്? റെസിൻഡ്, റെസിൻഡ്. എൻ്റെ ഒപ്പം പറയൂ, റെസിൻഡ്, റെസിൻഡ്. ഇനി ഇതിൻ്റെ മീനിങ് എന്താണെന്ന് നമുക്ക് നോക്കാം. മീനിങ് എന്ന് പറഞ്ഞാൽ റദ്ദാക്കുക ഓർ ടു ഒഫീഷ്യലി ക്യാൻസൽ. ഒരു കാര്യം റദ്ദാക്കുക അല്ലെങ്കിൽ ഒഫീഷ്യലി ക്യാൻസൽ എന്നാണ് പറയുന്നത്. ഇനി ഇതിൻ്റെ സെൻറ്റൻസിൽ ഇതെങ്ങനെ വരും എന്ന് നോക്കാം. ദ ഗവൺമെൻറ് റെസിൻഡഡ് ദ കോൺട്രവേഴ്ഷ്യൽ ഓർഡർ. അതായത് സർക്കാർ വിവാദ ഉത്തരവ് റദ്ദാക്കി. ദ ഗവൺമെൻറ് റെസിൻഡഡ് ദ കോൺട്രവേഴ്ഷ്യൽ ഓർഡർ. സർക്കാർ വിവാദ ഉത്തരവ് റദ്ദാക്കി. ഇതാണ് റെസിൻഡ് എന്നുള്ള വേർഡിൻ്റെ ഒരു സെൻറ്റൻസിലേക്ക് എങ്ങനെ വരുമ്പോൾ യൂസ് ചെയ്യുക എന്നുള്ളത്. മീനിങ് എന്ന് പറഞ്ഞാൽ റദ്ദാക്കുക ഓർ ടു ഒഫീഷ്യലി ക്യാൻസൽ. നെക്സ്റ്റ് വേർഡ് നോക്കാം. INCULCATE.
പ്രൊണൗൺസിയേഷൻ നോക്കിയാലോ. ഇൻകൾക്കേറ്റ്. ഇൻകൾക്കേറ്റ്. എന്താണ്? ഇൻകൾക്കേറ്റ്. ഓക്കെ. ഇനി ഇതിൻ്റെ മീനിങ് നോക്കാം. മീനിങ് എന്ന് പറഞ്ഞാൽ ടു ടീച്ച് സംതിങ് ഫേംലി, അതായത് നമ്മൾ മനസ്സിലുറപ്പിച്ച് പഠിപ്പിക്കുക എന്നൊക്കെ പറയില്ല, അല്ലെങ്കിൽ നട്ടു വളർത്തുക എന്നൊക്കെ നമ്മൾ പറയും. ഇത് നിങ്ങൾക്ക് ഇങ്ങനെ മീനിങ് പറയുമ്പോൾ മനസ്സിലാവില്ല. ഇത് കറക്റ്റ് ഒരു സെൻറ്റൻസിലേക്ക് വരുമ്പോൾ നിങ്ങൾക്കത് എപ്പോഴാണ് ഇതെങ്ങനെയാണ് യൂസ് ചെയ്യാമെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, നമുക്ക് സെൻറ്റൻസ് എങ്ങനെയെന്ന് നോക്കാം. പേരൻറ്റ്സ് ഷുഡ് ഇൻകൾക്കേറ്റ് ഗുഡ് ഹാബിറ്റ്സ് ഇൻ ചിൽഡ്രൻ. മാതാപിതാക്കൾ കുട്ടികളിൽ നല്ല ശീലങ്ങൾ നട്ടുവളർത്തണം അല്ലെങ്കിൽ വളർത്തിയെടുക്കുക. ഇപ്പം മനസ്സിലായല്ലോ ഇൻകൾക്കേറ്റ് എന്ന് പറയുന്ന വേർഡ് എവിടെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് ഇപ്പം മനസ്സിലായല്ലോ. പേരൻറ്റ്സ് ഷുഡ് ഇൻകൾക്കേറ്റ് ഗുഡ് ഹാബിറ്റ്സ് ഇൻ ചിൽഡ്രൻ. മാതാപിതാക്കൾ കുട്ടികളിൽ നല്ല ശീലങ്ങൾ നട്ടുവളർത്തണം അല്ലെങ്കിൽ നല്ല ശീലങ്ങൾ വളർത്തിയെടുക്കണം എന്നൊക്കെയുള്ള മീനിങ് ആണ് വരുന്നത്. ഓക്കെ, അപ്പം മനസ്സിലായല്ലോ ഇൻകൾക്കേറ്റ്. നെക്സ്റ്റ് വേർഡിലേക്ക് പോവാം. SPORADIC. പ്രൊണൗൺസിയേഷൻ നോക്കാം. സ്പൊറഡിക്. സ്പൊറഡിക്. എന്താണ്? സ്പൊറഡിക്. ഒന്ന് പറഞ്ഞു നോക്കി. സ്പൊറഡിക്. ഇതാണ് എൻ്റെ പ്രൊണൗൺസിയേഷൻ, സ്പൊറഡിക്. ഇനി മീനിങ് നോക്കാം. മീനിങ് എന്ന് പറഞ്ഞാൽ ഒക്കറിങ് ഇറഗുലർലി ഓർ ഇടയ്ക്കിടെ സംഭവിക്കുക. ഇത് സെൻറ്റൻസിൽ എങ്ങനെ വരുന്നു നമുക്ക് നോക്കാം. There were sporadic incidents of violence. അതായത് ഇടയ്ക്കിടെ അക്രമ സംഭവങ്ങൾ ഉണ്ടായി. ഈ ഇടയ്ക്കിടെ എന്നുള്ള കാര്യം, അതായത് റെഗുലറായിട്ടല്ല, ഇടയ്ക്കിടെ എന്നുള്ളതിനാണ് നമ്മൾ സ്പൊറഡിക് എന്ന് പറഞ്ഞത്. അതായത് ഒക്കറിങ് ഇറഗുലർലി ഓർ ഇടയ്ക്കിടെ സംഭവിക്കുക എന്നുള്ളത്. അപ്പോൾ വേർഡ് എന്താണ്? സ്പൊറഡിക്. മീനിങ് എന്ന് പറഞ്ഞാൽ ഒക്കറിങ് ഇറഗുലർലി അല്ലെങ്കിൽ ഇടയ്ക്കിടെ സംഭവിക്കുക. There were sporadic incidents of violence. ഇടയ്ക്കിടെ അക്രമ സംഭവങ്ങൾ ഉണ്ടായി. അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ വേർഡ്സ്. 5 എണ്ണം വെച്ച് മാത്രമേ ഡെയിലി പഠിപ്പിക്കുന്നുള്ളൂ. അപ്പോൾ ഇതിനെല്ലാം ഞാൻ ഒരുമിച്ച് നിങ്ങൾ കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് ഇത് എന്താ സ്ക്രീൻഷോട്ട് എടുത്ത് വയ്ക്കുകയോ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ, അപ്പോൾ ഡെയിലി ഉള്ള കാര്യങ്ങൾ ഇങ്ങനെ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ, ഇതൊരു 100 ഡേയ്സാണ് പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ ലാസ്റ്റ് നിങ്ങൾക്ക് നോക്കുമ്പോൾ വളരെ ഈസി ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക.